നാം ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനുഷ്യഗണത്തിൽ നിന്നും ഏറ്റവും അകലെയുള്ള ജീവിവർഗത്തെയായിരിക്കണം ഭക്ഷണമായി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ ജനിതക ഘടനയോട് അടുത്തു നിൽക്കുന്ന എന്തിനെങ്കിലും ഭക്ഷിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സസ്തനികൾ, അത് ശരീരത്തിൽ മന്ദത സൃഷ്ടിക്കും. അത് നിങ്ങളുടെ തന്നെ ജനിതക ഘടനയെ സങ്കീർണമാക്കും. സസ്യങ്ങൾ തീർച്ചയായും നമ്മളിൽ നിന്നും വളരെ അകലെയാണ്. നിങ്ങൾക്ക് നിർബന്ധമായും മാംസാഹാരം കഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് മത്സ്യം കഴിക്കാം. തെക്കേ ഇന്ത്യയിൽ ഇതിനെ ജലപുഷ്പം എന്ന് വിളിക്കും. അതിൻ്റെ അർത്ഥം അത് ജലത്തിലെ പുഷ്പമാണ്. കാരണം അത് നമ്മുടെ ശരീരത്തിൽ ചെടികളെപ്പോലെ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അത് നമ്മുടെ ജനിതക ഘടനയിൽ നിന്നും വളരെ അകലെയാണ്. ആഹാരത്തെ സംബന്ധിച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ ശരീരത്തിലെ സൂക്ഷ്മാണുക്കൾക്ക് ജീവിക്കാൻ തക്കവണ്ണമുള്ള ആഹാരം കഴിക്കുക എന്നതാണ്. അവ വളരാൻ ആശ്രയിക്കുന്ന ഭക്ഷ്യവിഭവങ്ങൾ എന്നത് നമ്മൾ സസ്തനികളുടെ പരിണാമപഥത്തിൽ നിന്ന് ഏറ്റവും ദൂരെയായവയാണ്. ഞാൻ സത്യത്തിൽ ഇതിനെപ്പറ്റി ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷേ അങ്ങ് പറഞ്ഞതുമായി അത് കൃത്യമായി യോജിക്കുന്നുണ്ട്.